Hello everyone, welcome to my channel. When a sapling is planted എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വാങ്കറി മാതൈ എന്ന് പറയുന്നൊരു നൊബേൽ പ്രൈസ് വിന്നർ നൊബേൽ പ്രൈസ് വിൻ ചെയ്യുമ്പോൾ ഉള്ള സ്പീച്ചിൽ, നൊബേൽ പ്രൈസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സ്പീച്ചിൽ പറഞ്ഞ ആ ഒരു സ്പീച്ചാണ് കേട്ടോ പഠിക്കാനായിട്ട് നമുക്ക് ഉള്ളത്. വാങ്കറി മാതായ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്നൊരു മൂവ്മെൻറ്റ് ഫോം ചെയ്ത ആളാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ട്രീസ് പ്ലാൻ ചെയ്യുക, അതേപോലെ എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, വിമൻസ് റൈറ്റിനെയൊക്കെ നോക്കിയിട്ട് വിമൻസ് റൈറ്റ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഫൗണ്ടർ അവരാണ്. പിന്നെ 1986 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്. 2004 നൊബേൽ പ്രൈസ് വിൻ ചെയ്തതാണ് വാങ്കറി മാതൈ. അപ്പോൾ ഡിസംബർ 10, 2004 നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് ഓസ്ലോയിൽ പറഞ്ഞതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. Your Majesties, Your Royal Highnesses, Honorable Members of the Norwegian Nobel Committee, Excellencies, Ladies and Gentlemen. ഒരു സ്പീച്ചാണ്, തുടക്കുമ്പോൾ അറിയാലോ, അവിടെയുള്ള എല്ലാവരെയും തന്നെ അഡ്രസ്സ് ചെയ്തിട്ട് വേണം പറയാൻ. ഇവിടെ എല്ലാവരെയും അഡ്രസ്സ് ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. As the first African woman to receive this prize, I accepted on behalf of the people of Kenya and Africa and indeed the world. അപ്പോൾ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ആണ് ഈ ഒരു പ്രൈസ് റിസീവ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ എന്നുള്ള നിലയ്ക്ക് ഇത് വാങ്കറി മാതൈ അക്സെപ്റ്റ് ചെയ്യുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. കെനിയയിലെ ആളുകൾക്ക് വേണ്ടി, ആഫ്രിക്കയിലെ ആളുകൾക്ക് വേണ്ടി, അതേപോലെ ഈ വേൾഡിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഐ എം എസ്പെഷ്യലി മൈൻഡ്ഫുൾ ഓഫ് വിമൻ ആൻഡ് ദ ഗേൾ ചൈൽഡ്. ഞാൻ വിമനെ കുറിച്ചും അതേപോലെ ഗേൾ ചൈൽഡ് പെൺകുട്ടികളെക്കുറിച്ചും മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസേൺഡ് ആണ്. എനിക്ക് എന്താ പറയുക, പ്രത്യേകം ഒരു താല്പര്യമുണ്ട് അവരെ പറ്റി. ഐ ഹോപ്പ് ഇറ്റ് വിൽ എൻകറേജ് ദം ടു റേസ് ദെയർ വോയിസസ് ആൻഡ് ടേക്ക് മോർ സ്പേസ് ഫോർ ലീഡർഷിപ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അവരുടെ വോയിസ് റേസ് ചെയ്യാൻ, അവരുടെ ശബ്ദം ഉയർത്താനും, അതേപോലെ ലീഡർഷിപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡേഴ്സ് ആവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. മൈ ഇൻസ്പിറേഷൻ കംസ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് നേച്ചർ ഇൻ റൂറൽ കെനിയ. അപ്പോൾ ഇവരുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇവരുടെ തന്നെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നും, അതേപോലെ റൂറൽ കെനിയയിലെ റൂറൽ ഏരിയയിലാണ് കേട്ടോ, അവിടുത്തെ നേച്ചർ, പ്രകൃതിനെ ഒബ്സർവ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് ഇവർക്ക് ഇൻസ്പിറേഷൻ വന്നതെന്നാണ് പറയുന്നത്. As I was growing up, I witnessed forests being cleared. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഫോറസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് റീപ്ലേസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്. കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെടികൾ നടില്ലേ, അത്. വിച്ച് ഡിസ്ട്രോയിഡ് ലോക്കൽ ബയോഡൈവേഴ്സിറ്റി. ഇത് ലോക്കൽ ബയോഡൈവേഴ്സിറ്റീനെ ഇത് എന്താ പറയുക, നശിപ്പിച്ചു. ആൻഡ് ദ കപ്പാസിറ്റി ഓഫ് ഫോറസ്റ്റ് ടു കൺസേർവ് വാട്ടർ. വെള്ളം ശേഖരിക്കാനായിട്ട് കാടിൻ്റെ ശക്തിയുണ്ട്, അതേപോലെ അവിടെയുള്ള ചെടികളെയും എല്ലാത്തിനെയും ഇത് നശിപ്പിക്കുകയായിരുന്നു. In 1977, when we started the Green Belt movement, I was partly responding to the needs identified by rural women. അപ്പോൾ 1977 ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വാങ്കറി മാതൈ റൂറൽ ഏരിയയിലെ വിമൻ്റെ ചില ആവശ്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്, അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ നെയിംലി ലാക്ക് ഓഫ് ഫയർവുഡ് എന്ന് പറഞ്ഞാൽ വിറക്, അതേപോലെ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ബാലൻസ്ഡ് ഡയറ്റ്സ്, ഷെൽട്ടർ, ഇൻകം. അപ്പോൾ ഈ പറയുന്ന വിറക്, അതേപോലെ കുടിവെള്ളം, അതേപോലെ ബാലൻസ്ഡ് ഡയറ്റ്, നല്ല ഭക്ഷണം, അതേപോലെ ഷെൽട്ടർ, അതേപോലെ വരുമാനം, ജീവിക്കാനുള്ള ഒരു ഷെൽട്ടർ. അപ്പോൾ ഇത് എല്ലാം ഇവർ ഇതിനോടൊക്കെ എന്താ പറയുക, റെസ്പോണ്ട് ചെയ്തിരുന്നു. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പരിഹാരം വേണമായിരുന്നു എന്നൊക്കെ ഇവർ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ദെൻ ത്രൂ ഔട്ട് ആഫ്രിക്ക വിമൻ ആർ ദ പ്രൈമറി കെയർ ടേക്കേഴ്സ്. ആഫ്രിക്കയിൽ
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിമനാണ്, സ്ത്രീകളാണ് പ്രൈമറി കെയർ ടേക്കേഴ്സ് എന്ന് പറയുമ്പോൾ വീടൊക്കെ നോക്കുന്നത്. ഹോൾഡിങ് സിഗ്നിഫിക്കൻറ്റ് റെസ്പോൺസിബിലിറ്റി, മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ വിമനാണ്. ഫോർ ടില്ലിങ് ദി ലാൻഡ്. ടില്ലിങ് ദി ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ഫീഡിങ് ദെയർ ഫാമിലീസ് എന്ന് ആ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റിയിട്ടും അവർക്കുള്ള ഭക്ഷണത്തെ പറ്റി ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നത് ഈ ആഫ്രിക്കയിലെ വിമന് തന്നെയാണ്. ആസ് എ റിസൾട്ട് ദേ ആർ ഓഫൻ ദ ഫസ്റ്റ് ടു ബിക്കം അവെയർ ഓഫ് എൻവയൺമെൻറ്റൽ ഡാമേജ്. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ്, വിമൻ തന്നെയാണ് പ്രകൃതിയിൽ എൻവയൺമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അറിഞ്ഞിരുന്നത് ഇവർ തന്നെയാണ്. അതേപോലെ ഇവർ അതിനെപ്പറ്റി ബോധേഡായിരുന്നു. Environmental damage as resources become scarce and they are incapable of sustaining their families. അതായത് റിസോഴ്സ് എല്ലാം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ഫാമിലീനെ നിലനിർത്തിക്കൊണ്ട് പോരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. The women we worked with recounted that unlike in the past they were unable to meet their basic needs. ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന വിമൻ പറയുമായിരുന്നു, പഴയ പോലെയല്ല ഇപ്പോൾ ബേസിക് നീഡ്സ് പോലും കിട്ടുന്നില്ല, ബേസിക് നീഡ്സ് പോലും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദിസ് വാസ് ഡ്യൂ ടു ദ ഡീഗ്രഡേഷൻ ഓഫ് ദർ ഇമ്മീഡിയറ്റ് എൻവയൺമെൻറ്റ്. അതായത് എൻവയൺമെൻറ്റ് നശിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. ആസ് വെൽ ആസ് ഇൻട്രൊഡക്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഫാമിംഗ് വന്നപ്പോഴാണ് കൂടുതൽ പ്രശ്നമായത്. വിച്ച് റീപ്ലേസ് ദ ഗ്രോയിങ് ഓഫ് ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള ഭക്ഷണം എന്നുള്ളത് നോക്കിയിട്ടാണ് കൃഷി ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഫാമിംഗ് വന്നു. എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുഡ് ക്രോപ്സ് തന്നെ ആവണമെന്നില്ല. ബട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് കൺട്രോൾഡ് ദ പ്രൈസ് ഓഫ് ദ എക്സ്പോർട്സ് ഫ്രം ദി സ്മോൾ സ്കെയിൽ ഫാമേഴ്സ്. ഇൻ്റർനാഷണൽ ട്രേഡ്, അതായത് നമ്മുടെ ഈ രാജ്യത്ത് മാത്രമല്ല വേറെ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രേഡാണ് ഇപ്പോൾ എക്സ്പോർട്ടിങ്ങിൻ്റെയും ഒക്കെ പ്രൈസ് കൺട്രോൾ ചെയ്യുന്നത്. ആരുടെ അടുത്ത് നിന്ന്? സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോഴുള്ള ആ എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള പ്രൈസൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ട്രേഡാണ്. ആൻഡ് എ റീസണബിൾ ആൻഡ് ജസ്റ്റ് ഇൻകം കുഡ് നോട്ട് ബി ഗ്യാരണ്ടീഡ്. അതേപോലെ നല്ലൊരു വരുമാനം, ഒരു ന്യായമായ വരുമാനം ഇപ്പം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. I came to understand that when the environment is destroyed, plundered or mismanaged, we undermine the quality of our life and that of future generations. അതായത് ഇപ്പോൾ പ്രകൃതിനെ ഇങ്ങനെ എന്താ പറയുക ചൂഷണം ചെയ്യുമ്പോഴൊക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭൂമി നല്ലപോലെ ഉപയോഗിച്ചില്ല എന്നാണെങ്കിൽ അത് നമ്മളെയും അതേപോലെ വരാനിരിക്കുന്ന ജനറേഷൻസിനെയും തന്നെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. പ്ലണ്ടേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിൽ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ള രീതിയിൽ ലൂട്ടഡ് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എൻവയൺമെൻറ്റിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ മാത്രമല്ല വരാൻ പോണ ജനറേഷനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. ട്രീ പ്ലാന്റിംഗ് ബിക്കെയിം എ നാച്ചുറൽ ചോയ്സ് ടു അഡ്രസ് സം ഓഫ് ദ ഇനീഷ്യൽ ബേസിക് നീഡ്സ് ഐഡൻറ്റിഫൈഡ് ബൈ വിമൻ. അപ്പോൾ ട്രീ പ്ലാന്റിംഗ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ചോയ്സ്, അതായത് സ്ത്രീകളുടെ മെയിനായിട്ടുള്ള ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? മരങ്ങൾ നടുക എന്നുള്ളത്, അങ്ങനെയൊരു സംഭവം വേണ്ടി വന്നു. പിന്നെന്താ പറയുന്നത് നോക്കാം. ട്രീ പ്ലാന്റിങ് ഈസ് സിമ്പിൾ അല്ലേ? മരം നടുക എന്നുള്ളത് സിമ്പിളായിട്ടൊരു കാര്യമാണ്. അറ്റൈനബിൾ, ആർക്കും അത് ചെയ്യാവുന്ന ഒരു കേസേ ഉള്ളൂ മരം നടുക എന്ന് പറയുന്നത്. ആൻഡ് ഗ്യാരണ്ടീസ് ക്വിക്ക് സക്സസ്ഫുൾ റിസൾട്ട്സ് വിത്തിൻ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക റീസണബിൾ ആയിട്ടുള്ള ഒരു ടൈമിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ട്രീ നടുക എന്നുള്ളത്. ദിസ് സസ്റ്റെയിൻസ് ഇൻട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ട്രീ പ്ലാന്റിംഗ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു വരുമാനമാണ്, അതേപോലെ ആളുകൾക്കൊരു എന്താ പറയുക ഒരു താല്പര്യം നിലനിർത്താൻ പറ്റിയൊരു സംഭവമാണ് അല്ലേ ട്രീ പ്ലാന്റിംഗ് എന്ന് പറയുന്നത്. Next one, together we have planted over 30 million trees that provide fuel, food, shelter and income to support our children's education and household needs. അപ്പോൾ ഇവരെല്ലാവരും കൂടി 30 million trees ആണ് ഇവർ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫ്യൂവൽ, ഫുഡ്, ഷെൽട്ടർ, ഇൻകം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ
ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനുള്ള ഇൻകം കിട്ടുന്ന രീതിയിൽ ഇവർ 30 മില്യൺ ട്രീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദി ആക്ടിവിറ്റി ഓൾസോ ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്സ് സോയിൽ ആൻഡ് വാട്ടർ ഷെഡ്സ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക, ആളുകൾക്കുള്ള ആ ഒരു ജോലി സാധ്യത, അതേപോലെ തന്നെ വരുമാനവും, അതേപോലെ സോയിലിൻ്റെ പ്രോബ്ലംസ് എല്ലാവരും ക്ലിയർ ആക്കുമെന്നാണ് പറയുന്നത്. ഇനീഷ്യലി the work was difficult because they were unaware that a degraded environment leads to a scramble for scarce resources and may culminate in poverty and even conflict. അപ്പോൾ തുടക്കത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ആളുകൾക്ക് അറിയില്ലായിരുന്നു ഒരു ഡീഗ്രേഡഡ് എൻവയൺമെൻ്റ് ആണെന്നാണെങ്കിൽ അതിൽ നിന്ന് എന്താ പറയുക, ഒരു ഫൈറ്റ്, സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് വരും. കാരണം എന്താ, സ്കേഴ്സ് റിസോഴ്സസ് കാരണമുള്ള ഫൈറ്റ്. എൻവയൺമെൻറ്റ് നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈറ്റിംഗ് ഉണ്ടാകും, കാരണം റിസോഴ്സസ് കുറഞ്ഞു വരുന്നുണ്ട്. ആൻഡ് മേ കൾമിനേറ്റ് ഇൻ പോവേർട്ടി ആൻഡ് ഈവൻ കോൺഫ്ലിക്റ്റ്. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? പോവേർട്ടിയും കോൺഫ്ലിക്ട്സും പ്രശ്നങ്ങളും ആയിരിക്കും. ദേ വെർ ഓൾസോ അൺഅവെയർ ഓഫ് ദ ഇൻജസ്റ്റിസസ് ഓഫ് ഇൻ്റർനാഷണൽ ഇക്കണോമിക് അറേഞ്ച്മെൻറ്റ്സ്. അതേപോലെ തന്നെ ആളുകൾക്ക് ഇൻ്റർനാഷണൽ ഇക്കണോമിക് അറേഞ്ച്മെൻറ്റ്സ്, അവരുടെ ഇൻജസ്റ്റിസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവർക്ക് അറിയില്ലായിരുന്നു. അതായത് അനീതികളെ പറ്റിയിട്ടോ, ഇൻജസ്റ്റിസ് മീനിങ് അനീതികളെ പറ്റിയിട്ടൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. ലേറ്റർ ദേ ബിക്കം അവെയർ ഓഫ് ദ വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഇക്കോസിസ്റ്റംസ് എസ്പെഷ്യലി ത്രൂ ഡീഫോറസ്റ്റേഷൻ. പിന്നീട് ആളുകൾ ഡീഫോറസ്റ്റേഷൻ ഇതൊക്കെ എന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ഇക്കോസിസ്റ്റം ഡിസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഡീഫോറസ്റ്റേഷനൊക്കെ വരും. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീസ് എല്ലാം കട്ട് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ളത്. Climatic instability and contamination of the soil and waters all contributed to excruciating poverty and subsequent riots. സോയിലിനെ നശിപ്പിക്കുക, വെള്ളത്തെ നശിപ്പിക്കുക, അതേപോലെ തന്നെ എന്താണ് ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം, ഇതെല്ലാനും ഭയങ്കരമായ പോവേർട്ടിയും അതേപോലെ അത് കഴിഞ്ഞിട്ട് കലാപങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എക്സ്ക്രൂഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ലെവലുള്ള പോവേർട്ടി, അതിൽ നിന്ന് അതിൻ്റെ റിസൾട്ടായിട്ട് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കലാപങ്ങളൊക്കെ ഉണ്ടാവും. Although initially the Green Belt movement's tree planting activities did not address issues of democracy and peace. ആദ്യമേ ഒന്നും ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൽ എന്താ പറയുക, ഡെമോക്രസി, പീസ് ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് സൂൺ ബിക്കേം ക്ലിയർ ദാറ്റ് എ റെസ്പോൺസിബിൾ ഗവർണൻസ് ഓഫ് എൻവയൺമെൻറ്റ് വാസ് ഇംപോസിബിൾ വിത്തൗട്ട് ഡെമോക്രാറ്റിക് സ്പേസ്. പിന്നീടാണ് മനസ്സിലായത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻവയൺമെൻറ്റിനെ ഗവേൺ ചെയ്യാനായിട്ട് നല്ലൊരു പീസ്ഫുൾ അതേപോലെ ഒരു ഡെമോക്രാറ്റിക് സ്പേസ് കൂടി വേണം. Therefore, the tree became a symbol for democratic struggle in Kenya. കെനിയയിലെ ഡെമോക്രാറ്റിക് സ്ട്രഗിളിൻ്റെ ഒരു സിമ്പിളാണ് ട്രീ. Citizens were mobilized to challenge widespread abuse of power, corruption and environmental mismanagement. അതായത് ആളുകൾ എന്താ പറയുക, മൊബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെല്ലാം കൂടെ സംഘടിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന അഴിമതി, പിന്നെ ഈ പറയുന്ന പ്രകൃതിയുടെ ദുരുപയോഗം, ഇതെല്ലാം എതിർക്കാനായിട്ട് ആളുകളെ സംഘടിപ്പിക്കേണ്ടി വന്നു. മൊബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഘടിപ്പിക്കുക എന്നുള്ള മീനിങ്ങാണ്. In time, the tree also became a symbol for peace and conflict resolution, especially during ethnic conflicts. അതേപോലെ തന്നെ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഓഫ് പീസാണ്. അതേപോലെ കോൺഫ്ലിക്ട്സ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിളാണ്. പ്രത്യേകിച്ച് ഈ മറ്റേ ട്രൈബൽസിൻ്റെ കോൺഫ്ലിക്ട്സ് പ്രശ്നങ്ങളിലൊക്കെ. യൂസിങ് ട്രീസ് ആസ് എ സിമ്പിൾ ഓഫ് പീസസ് ഇൻ കീപ്പിംഗ് വിത്ത് എ വൈഡ് സ്പ്രെഡ് ആഫ്രിക്കൻ ട്രഡീഷൻ. അപ്പോൾ ആഫ്രിക്കൻ ട്രഡീഷനിൽ ട്രീ ഒരു സമാധാനത്തിൻ്റെ സിമ്പിളാണ്. എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എൽഡേഴ്സ് ഓഫ് കിക്കിയു ക്യാരിഡ് എ സ്റ്റാഫ് ഫ്രം ദ തിഗി ട്രീ. അതായത് കിക്കിയുവിലെ എൽഡേഴ്സ്, കുറച്ച് മുതിർന്നവർ, ഒരു തിക്കി എന്ന് പറയുന്ന ട്രീയിൽ നിന്ന് ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞൊരു കൊമ്പ് ക്യാരി ചെയ്യും. വെൻ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു ഡിസ്പ്യൂട്ടിംഗ് സൈഡ്സ്, രണ്ട് പേര് തല്ലുപിടിക്കുമ്പോൾ അവരുടെ ആ രണ്ട് സൈഡിൻ്റെ നടുക്കായിട്ട് ഈ തിഗി ട്രീയിലെ ഒരു കൊമ്പ് കൊണ്ട് വയ്ക്കും. കോസ്റ്റ് ദം ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് ആൻഡ് സീക്ക് റീകൺസിലിയേഷൻ. അങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ ഫൈറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ റീകൺസിലിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അവർ അവിടെ എന്താ പറയുക, സ്റ്റോപ്പ് ചെയ്യണം എന്നാണ്. Such practices are part of an extensive cultural heritage which contribute both to the conservation of habitats and to cultures of peace. അല്ലേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിറ്റാറ്റ് കോൺസർവേഷനും അതേപോലെ തന്നെ
ഒരു പീസ്, സമാധാനത്തിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ. എക്സലൻസീസ്, ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഇറ്റ് ഈസ് 30 years സിൻസ് വി സ്റ്റാർട്ടഡ് ദിസ് വർക്ക്. 30 വർഷമായി ഞങ്ങൾ ഇത് വർക്ക് തുടങ്ങിയിട്ട്. ആക്ടിവിറ്റീസ് ദാറ്റ് ഡിവാസ്റ്റേറ്റ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റീസ് കണ്ടിന്യൂ അൺഅബേറ്റഡ്. അതായത് എൻവയോൺമെൻറ്റിനെ ഡിവാസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇപ്പോഴും അൺഅബേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടുഡേ വി ആർ ഫേസ്ഡ് വിത്ത് എ ചാലഞ്ച് ദാറ്റ് കോൾസ് ഫോർ എ ഷിഫ്റ്റ് ഇൻ അവർ തിങ്കിങ്. ഇപ്പോൾ നമ്മളൊരു ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആലോചിക്കുന്നത് ഒന്ന് മാറ്റി ചിന്തിക്കണം. സോ ദാറ്റ് ഹ്യൂമാനിറ്റി സ്റ്റോപ്സ് ത്രെറ്റനിങ് ഇറ്റ്സ് ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റം. അങ്ങനെയാണെങ്കിലാണ് മനുഷ്യന്മാർ അവരുടെ ലൈഫിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമിനെ ഭീഷണിപ്പെടുത്തുന്നത് നിർത്തുള്ളൂ. വി ആർ കോൾഡ് ടു അസിസ്റ്റ് ദ എർത്ത് ടു ഹീൽ ഹെർ വൂൺസ്. അപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എർത്തിനെ അസിസ്റ്റ് ചെയ്യാനാണ് അല്ലേ, എർത്തിൻ്റെ വൂൺസ്, മുറിവുകളെല്ലാം ഉണക്കാനാണ്. ആൻഡ് ഇൻ ദ പ്രോസസ് ഹീൽ അവർ ഓൺ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുറിവുകൾ ഉണക്കാൻ പറ്റും. ഇന്ത്യ ടു എംബ്രേസ് ദ ഹോൾ ഓഫ് ക്രിയേഷൻ ഇൻ ഓൾ ഇറ്റ്സ് ഡൈവേഴ്സിറ്റി, ബ്യൂട്ടി ആൻഡ് വണ്ടർ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പല വ്യത്യസ്തമായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, എംബ്രേസ് ചെയ്യണം. ദിസ് വിൽ ഹാപ്പൻ ഓൺലി ഇഫ് വി സീ ദ നീഡ് ടു റിവൈവ് അവർ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു larger family of life with which we have shared our evolutionary process. അപ്പോൾ നമ്മൾ ഒരു ലാർജർ ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന ആളാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. There can be no peace without equitable development. ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ, ഇക്വിറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെയർ, ജസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. ആൻഡ് ദെയർ can be no development without sustainable management of environment in a democratic and peaceful space. എൻവയോൺമെൻറ്റിനെ നല്ല രീതിയിൽ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ ആൻസസ്റ്റേഴ്സ് നമുക്ക് വേണ്ടി വെച്ചില്ലേ, അവർക്കും കൂടി വേണ്ടി, അതായത് അടുത്ത ജനറേഷനും കൂടി വേണ്ടി നമ്മൾ എടുത്ത് വയ്ക്കണം. അങ്ങനെയാവണം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. ദിസ് ഷിഫ്റ്റ് ഈസ് എൻ ഐഡിയ ഹൂസ് ടൈം ഹാസ് കം. അപ്പോൾ ഈ ഒരു ഐഡിയ അതിൻ്റെ സമയമായിട്ട് വന്നിട്ടുണ്ട്. In the course of history, there comes a time when humanity is called to shift to a new level of consciousness. അല്ലേ, ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കിയാൽ കാണാം ആളുകൾ ഒരു ഐഡിയയിൽ നിന്ന് വേറെ ഐഡിയയിലേക്ക് ചിന്തിക്കുന്ന പല ഇൻസിഡൻസ്. ടു റീച്ച് എ ഹയർ മോറൽ ഗ്രൗണ്ട്, എന്നാലാണ് ആളുകൾക്കൊരു വേറെ കുറച്ചുകൂടെ മോറൽ ഗ്രൗണ്ടിലെത്താൻ പറ്റുള്ളൂ. ആൻഡ് ടൈം വെൻ വി ഹാവ് ടു ഷെഡ് അവർ ഫിയേഴ്സ് ആൻഡ് ഗിവ് ഹോപ്പ് ടു ഈച്ച് അതർ. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പേടിയെല്ലാം മാറ്റി മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കണം. ദ ടൈം ഹാസ് നൗ അറൈവ്ഡ്. ആ ഒരു സമയം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഐ കോൾ ഓൺ വേൾഡ് ലീഡേഴ്സ് ടു എക്സ്പാൻഡ് ഡെമോക്രാറ്റിക് സ്പേസ് and build fair and just societies that allow the creativity and energy of their citizens to flourish. അതായത് വേൾഡ് ലീഡേഴ്സിനോട് പറയാണ് ഈ ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുക. അതേപോലെ ഫെയർ ആൻഡ് ജസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റീസിനെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. അവരുടെ ക്രിയേറ്റിവിറ്റിയും എനർജിയും എല്ലാം യൂസ് ചെയ്യണം. I would like to call on young people to commit themselves to activities that contribute toward achieving their long-term dreams. അപ്പോൾ യങ് പീപ്പിളിനെ, യൂത്തിനെ വിളിക്കുകയാണ്. അതായത് അവർ വരണം, പുറത്തോട്ട് വരണം, മുന്നോട്ട് വരണം. എന്നിട്ട് എന്താണ്, അവർ ലോങ് ടൈം അവരുടെ വലിയ വലിയ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന പോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യണം. ദേ ഹാവ് ദ എനർജി ആൻഡ് ക്രിയേറ്റിവിറ്റി ടു ഷേപ്പ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. അവർക്ക് നല്ല എനർജി ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ടു ദ യങ് പീപ്പിൾ ഐ സേ യു ആർ എ ഗിഫ്റ്റ് ടു യുവർ കമ്മ്യൂണിറ്റീസ്. യങ് പീപ്പിൾ, യൂത്തിനോട് പറയുകയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് നിങ്ങളൊരു ഗിഫ്റ്റാണ്. ആൻഡ് ഇൻറ്റീഡ് ദ വേൾഡ്, അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല, യൂത്ത് എന്ന് പറയുന്നത് ഈ ഒരു വേൾഡിനുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ്. യു ആർ അവർ ഹോപ്പ് ആൻഡ് അവർ ഫ്യൂച്ചർ. നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷകളും അതേപോലെ നമ്മുടെ ഫ്യൂച്ചറും. എക്സലൻസീസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ആസ് ഐ കൺക്ലൂഡ് ഐ റിഫ്ലക്റ്റ് ഓൺ മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. സ്പീച്ച് അവസാനിപ്പിക്കുമ്പോൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഒരെണ്ണം പറയുന്നുണ്ട്. വെൻ ഐ വുഡ് വിസിറ്റ് എ സ്ട്രീം നെക്സ്റ്റ് ടു അവർ ഹോം ടു ഫെച്ച് വാട്ടർ ഫോർ മൈ മദർ. ഞാൻ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള അരുവിയിൽ പോകുമ്പോൾ ഐ വുഡ് ഡ്രിങ്ക് വാട്ടർ സ്ട്രെയിറ്റ് ഫ്രം ദ സ്ട്രീം. ഞാൻ അന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെള്ളം അരുവിയിൽ നിന്ന് കുടിച്ചിരുന്നു. പ്ലേയിങ് എമംഗ് ദി ആരോ റൂട്ട് leaves, I tried in vain to pick up strands of frogs eggs believing they were beads. അപ്പോൾ അവിടെ ലീവ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്ട്രീംസിലിങ്ങനെ ഫ്രോഗിൻ്റെ എഗ്സ് കാണുമായിരുന്നു. ഞാൻ ബീഡ്സ് ആണെന്ന് വിചാരിച്ചത് എടുത്തിട്ടുണ്ട്. ബട്ട് എവറി ടൈം ഐ പുട്ട് മൈ ലിറ്റിൽ ഫിംഗേഴ്സ് അണ്ടർ ദം ദേ വുഡ് ബ്രേക്ക്. പക്ഷേ എൻ്റെ ചെറിയ വിരലുകൾ അല്ലെങ്കിൽ എൻ്റെ കൈ ആ സ്ട്രീമിൽ വെക്കുമ്പോൾ തന്നെ ആ ബീഡ്സ് ആണെന്ന് വിചാരിച്ച് ഫ്രോഗിൻ്റെ എഗ്സിൽ വെക്കുമ്പോൾ തന്നെ അത് ബ്രേക്ക് ആവും.
ലേറ്റർ ഐ സോ തൗസൻഡ്സ് ഓഫ് ടാഡ്പോൾസ്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ടാഡ്പോൾസ്, തവളയുടെ കുഞ്ഞുങ്ങളെ കാണാം. ബ്ലാക്ക്, എനർജറ്റിക് ആൻഡ് റിഗ്ലിംഗ് ത്രൂ ദ ക്ലിയർ വാട്ടർ അഗെയിൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ബ്രൗൺ എർത്ത്. അപ്പോൾ വെള്ളത്തിൽ കൂടെ നല്ല എനർജറ്റിക് ആയിട്ട് ഇവരിങ്ങനെ പുളഞ്ഞ് ഓടി നടക്കുന്നത് കാണാം. ദിസ് ഈസ് ദ വേൾഡ് ഐ ഇൻഹെറിറ്റഡ് ഫ്രം മൈ പേരൻസ്. എൻ്റെ പാരൻസിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഈ ഒരു വേൾഡാണ്. ടുഡേ ഓവർ 50 years ലേറ്റർ, ഇന്ന് 50 വർഷത്തിന് ശേഷം ദ സ്ട്രീം ഹാസ് ഡ്രൈഡ് അപ്പ്. ഇന്ന് പുഴകളെല്ലാം, അരുവികളെല്ലാം എന്താ ഡ്രൈ ആയി പോയിക്കൊണ്ടിരിക്കുക. വിമൻ വാക്ക് ലോങ് ഡിസ്റ്റൻസസ് ഫോർ വാട്ടർ. സ്ത്രീകൾ ലോങ് ഡിസ്റ്റൻസസ് നടന്നു പോയിട്ടാണ് വെള്ളം എടുക്കുന്നത്. വിച്ച് ഇസ് നോട്ട് ഓൾവേസ് ക്ലീൻ. എന്നാൽ ഈ വെള്ളം ക്ലീൻ ആണോ? അല്ല. ആൻഡ് ചിൽഡ്രൻ വിൽ നെവർ നോ വാട്ട് ദേ ഹാവ് ലോസ്റ്റ്. ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത് അവർക്ക് അറിയില്ല. ദ ചലഞ്ച് ഇസ് ടു റീസ്റ്റോർ ദ ഹോം ഓഫ് ദ ടാഡ്പോൾസ്. നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന ടാഡ്പോൾസിൻ്റെ ഹോം റീസ്റ്റോർ ചെയ്യുക. ആൻഡ് ഗിവ് ബാക്ക് ടു അവർ ചിൽഡ്രൻ എ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് വണ്ടർ. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല ബ്യൂട്ടി, അതേപോലെ നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഈ ഒരു വേൾഡിനെ തിരിച്ചു കൊടുക്കണം. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെയാണ് ഈ ഒരു സ്പീച്ച്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.